ഹലോ, ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് എല്ലാവരും എപ്പോഴും പറയാറില്ല ആലിയ ഭട്ടിനെ പോലെ വളരെ സ്കിൻ ഫിനിഷ് വേണമെന്ന്. അപ്പോൾ അങ്ങനെ ഒരു മേക്കപ്പ് ലുക്കുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ അത് സ്കിൻ പ്രിപ്പറേഷൻ എപ്പോഴും പറയുന്ന പോലെ ഏതൊരു മേക്കപ്പിനും മുന്നേ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്ത് തന്നെ ആകണം. പക്ഷേ ഇന്ന് ഫൗണ്ടേഷന് പകരം ഞാനിവിടെ എടുക്കുന്നത് നമ്മുടെ കൺസീലർ മാത്രമാണ്. അപ്പോൾ എൻ്റെ അടുത്തുള്ളത് ടാർട്ടെ എന്ന് പറഞ്ഞ കമ്പനിയുടെയാണ്. ഏത് കമ്പനിയുടെ ആയാലും നമ്മുടെ സ്കിൻ ടോണിനെക്കാളും ഒരു 1 ടോൺ ഹയർ ആയാൽ നല്ലതായിരിക്കും. അപ്പോൾ കാരണം എന്താണെന്ന് വെച്ചാൽ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് അത് വന്ന് ഗ്രേ ആകൂല, പക്ഷെ പിന്നീട് നമ്മുടെ സ്കിൻ ടോണിലേക്ക് വരും. തീരെ ലൈറ്റർ ഷെയ്ഡ് പോകാതെ അല്ലെങ്കിൽ 1 ടോൺ ലൈറ്ററിൽ ഉപയോഗിച്ചാലും കുഴപ്പമില്ല. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അല്ലേ. അപ്പോൾ ആദ്യം ഏതേത് ഭാഗത്താണ് ഈ കൺസീലർ നമ്മൾ അപ്ലൈ ചെയ്യുന്നതെന്ന് കാണിക്കാം. അപ്പോൾ ഇത് വന്നിട്ട് ഒരു പുതിയ ടൈപ്പിലുള്ള ബ്രഷാണ്, കണ്ടിട്ടുണ്ടാവും നിങ്ങളൊക്കെ. അതായത് ഒരു സൈഡ് വന്നിട്ട് കുറച്ച് ഫ്ലാറ്റും ഒരു സൈഡ് വന്നിട്ട് ഇങ്ങനെയാണ്. അപ്പോൾ ഇത് ശരിക്കും കൺസീലിംഗ് ചെയ്യുന്ന സമയത്ത് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു നല്ലൊരു ബ്രഷാണ്. ഇത് വെച്ച് നമ്മൾ അപ്ലൈ ചെയ്യുമ്പോഴും അത് കഴിഞ്ഞ് നമ്മൾ സ്പഞ്ച് വെച്ചിട്ടും നമുക്ക് ഡാബ് ചെയ്ത് കൊടുക്കുക. ഇല്ല ഇത് വെച്ചിട്ട് പ്രാക്ടീസ് ഉണ്ടെങ്കിൽ ഇത് വെച്ചിട്ട് തന്നെ ചെയ്യാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഞാൻ നേരത്തെ പറയുന്ന മാതിരി എപ്പോഴും ഞാൻ എൻ്റെ സ്കിൻ പ്രിപ്പറേഷൻ ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് ആപ്ലിക്കേഷൻ ഏതൊക്കെ ഭാഗത്തു നിന്നുള്ളതാണ് കാണിക്കുന്നത്. അതായത് ഇന്നർ കോർണേഴ്സ്, ഔട്ടർ കോർണർ, ഇന്നറും ഔട്ടറും. അതേമാതിരി നോസിൻ്റെ നടുവിൽ. സ്മൈൽ ലൈൻസ് ഉണ്ടെങ്കിൽ അതിൻ്റെ അവിടെയും നമുക്ക് യൂസ് ചെയ്യാം. മൗത്തിൻ്റെ 2 സൈഡ്, ഇവിടെയും 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 ഇവിടെ. ചിൻ ഏരിയ, പിന്നെ ഈ കവിളിൻ്റെ 2 ഭാഗത്ത്, അതുമാതിരി ടെമ്പിൾ ഏരിയ. ഇത്രയേ ഉള്ളൂ. ഇതിനെ നമ്മൾ ഈവനായിട്ട് ബ്ലെൻഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. എപ്പോഴും ഡോട്ട്സ് മാത്രമായിട്ട് ഇടുക. കാരണം എക്സസ് ആയാൽ അത് എടുക്കുന്നതാണ് ബുദ്ധിമുട്ട്. കുറവായാൽ കുഴപ്പമില്ല, നമുക്ക് വീണ്ടും ആഡ് ഓൺ ചെയ്യാം. ബ്ലെൻഡ് ചെയ്യുമ്പോഴും ഞാൻ ഒരു ട്രിക്ക് പറഞ്ഞുതരാം. ഇപ്പം നമ്മൾ ഒരേ ഭാഗത്ത് വെച്ച് ബ്ലെൻഡ് ചെയ്യുമ്പോൾ നമ്മുടെ പ്രോഡക്ട്സ് മുഴുവൻ അതിൽ കൂടുതലായിരിക്കും. അപ്പോൾ അത് കാരണം എന്താ ചെയ്യുക, അതൊന്ന് റിവേഴ്സ് ചെയ്യുക, വേറൊരു ഭാഗം എടുക്കുക. കണ്ടില്ലേ, ചെറിയ ഡോട്ട്സ് കൊണ്ട് നമ്മളിപ്പോൾ ഒരു ഫുൾ ഫേസ് തന്നെ ചെയ്ത് കഴിഞ്ഞു. അപ്പം നമ്മളിങ്ങനെ ഓരോരുത്തർ അവരുടെ സ്കിൻ ഫിനിഷ് ലുക്ക് അതെന്ന് പറഞ്ഞ് നമ്മൾ ചെയ്യുമ്പോൾ ഒരൊറ്റ കാര്യം ശ്രദ്ധിക്കുക, എപ്പോഴും നമ്മുടെ സ്കിൻ നമ്മളെപ്പോഴും പ്രിപ്പയർഡ് ആയിരിക്കണം. അതായത് പിന്നെ ഡെയിലി ഒന്നിൽ നൈറ്റ് മസ്റ്റായിട്ടും മോയ്സ്ചറൈസർ, ടോണർ യൂസ് ചെയ്യുക. ഇതല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ പുറത്തേക്ക് പോകുമ്പോൾ വെയിൽ കൊള്ളാതിരിക്കാൻ നമ്മൾ സൺസ്ക്രീനും മസ്റ്റായിട്ട് യൂസ് ചെയ്തേ പാടുള്ളൂ. ഓക്കെ, ഇപ്പം ഇതൊരു വളരെ ലൈറ്റ് ഒരു കവറേജാണ് കിട്ടിയിരിക്കുന്നത്, കണ്ടില്ലേ. അപ്പം ഇത് നമുക്കിപ്പോൾ മേക്കപ്പ് അറിയാത്ത ഒരാൾക്ക് പോലും നമുക്ക് ജസ്റ്റ് ഒന്ന് ഈ ഒരു ഡോട്ട്സിൻ്റെ രീതിയിലൂടെ നമുക്ക് ആപ്ലിക്കേഷൻ ഈസിയാണ്. അത് കഴിഞ്ഞ് അത് ഈവനായിട്ട് എല്ലായിടത്തും എത്താൻ ഉള്ള എളുപ്പ വഴി എന്താണ്, നമ്മുടെ സ്കിന്ന് അത്രമാത്രം ഗ്ലൈഡ് ചെയ്യുന്ന മാതിരി നമ്മുടെ സ്കിന്നിൽ മോയ്സ്ചറൈസർ ഉണ്ടായിരിക്കണം. അപ്പോൾ എപ്പോഴും നമ്മുടെ സ്കിന്ന് നല്ലതാണെങ്കിൽ ഏത് തരത്തിലെ മേക്കപ്പ്, ഇപ്പോൾ ഹെവി ചെയ്യുമ്പോഴും ലൈറ്റായിട്ട് ചെയ്യുമ്പോഴും അത് നല്ലൊരു സ്മൂത്ത് ഫിനിഷ് കിട്ടും. അത് നമ്മളിങ്ങനെ ഒരു മേക്കപ്പ് ഇട്ടതായിട്ട് ആർക്കും ഫീൽ ചെയ്യില്ല. ഇനി ഇതിൻ്റെ പുറത്ത് വേണമെങ്കിൽ നമുക്ക് പൗഡർ അപ്ലൈ ചെയ്യാം. ഈ പൗഡർ ഇല്ലെങ്കിലും നമ്മളൊന്ന് ജസ്റ്റ് ഇതേമാതിരി നമുക്ക് പോകാം. അപ്പോൾ എന്നിട്ട് ഐബ്രോസ് ഫില്ല് ചെയ്യുക. പിന്നെ ബ്ലഷ് വന്നിട്ട് ലിക്വിഡിൻ്റെ ആണെങ്കിൽ ഒരു ഡോട്ട് കൊടുക്കുക. അതേ ബ്ലഷ് തന്നെയാണ് ഞാനിപ്പോൾ കണ്ണിൻ്റെ മേലിലേക്കും എടുക്കുന്നത്. കളർ കുറച്ചുകൂടെ വേണം, കണ്ണിൻ്റെ മേലിലൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വീണ്ടും ഡ്രോപ്സ് കൂട്ടാം. ഞാനിവിടെ ഒരു ലൈറ്റായിട്ടുള്ള ഒരു ഇതാണ് ചെയ്തേക്കുന്നത്. അപ്പോൾ തന്നെ നമ്മൾ കവളിൽ ഇങ്ങനെ ഒരു ചെറിയൊരു ബ്ലഷ് ആപ്ലിക്കേഷൻ ചെയ്തെന്ന് പോലും പെട്ടെന്ന് ആർക്കും മനസ്സിലാവില്ല. ഐബ്രോ പെൻസിൽ കൊണ്ട് ഞാൻ ലിപ് ലൈൻ ചെയ്യണം. ഹാർഷ് ലൈൻസ് വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ലിപ്പ് ലൈൻ ചെയ്തതിന് ശേഷം ഒന്ന് സ്മട്ട് ചെയ്ത് കൊടുക്കണം. ലിപ്സ്റ്റിക് ആപ്ലിക്കേഷനും ചെയ്യാം, പക്ഷെ ഞാനിവിടെ ഇന്ന്
എത്ര പ്രോഡക്ട്സ്, നമ്പർ ഓഫ് പ്രോഡക്ട്സ് കുറച്ചിട്ട് ചെയ്യാവുന്ന ഒരു കാര്യമാണ് ഞാൻ ഇന്ന് കാണിക്കാമെന്ന് വിചാരിച്ചത്. അതുകൊണ്ട് ഞാൻ ഇതേ ബ്ലഷ് തന്നെയാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഉണ്ടല്ലോ, വളരെ ലൈറ്റ് ഷെയ്ഡായിട്ടാണ് തോന്നുന്നത്. നമുക്ക് ഡാർക്കർ ആക്കണമെങ്കിൽ ഡാർക്കർ ആക്കാം. അന്നേരം ഞാൻ ബ്ലഷ് കൊണ്ട് തന്നെയാണ് ലിപ്സ്റ്റിക് ആപ്ലിക്കേഷൻ ചെയ്തേക്കുന്നത്. ഇനി അതിൻ്റെ പുറത്ത് ഞാനൊരു ഗ്ലോസും കൂടെ കൊടുക്കുകയാണ്. അതായത് കുറച്ച് നമുക്കൊരു ഷൈനി ആയിട്ട് വേണമെങ്കിൽ ഇങ്ങനെ നമുക്ക് ഗ്ലോസ് ആപ്ലിക്കേഷൻ മസ്റ്റാണ്. അതല്ല ഇത് മതിയെന്നുണ്ടെങ്കിൽ ഇതൊരു മാറ്റ് ഫിനിഷായിട്ട് കിടക്കും. വളരെ കുറച്ച് ക്വാണ്ടിറ്റിയാണ് എടുത്തേക്കുന്നത്. അതായത് ഒരു ഡ്രോപ്പേ എടുത്തിട്ടുള്ളൂ. ഇതിൻ്റെ അകത്ത് തന്നെ ഒരു ചെറിയ ഗ്ലിറ്റർ പാർട്ടിക്കിൾസ് കൂടിയുണ്ട്. അപ്പം നമ്മൾ വളരെ കൂടുതലായിട്ട് ചെയ്തതായിട്ട് നമുക്ക് ഫീൽ ആകില്ല. ഇനി വേണമെങ്കിൽ കൺമഷി എഴുതണമെങ്കിൽ കൺമഷി, ഇല്ല ഐലൈനറാണ് നമ്മൾ യൂസ് ചെയ്യുന്നതെങ്കിൽ ഐലൈനർ. എനിക്ക് കൺമഷി ഇപ്പോഴും യൂസ് ചെയ്യാൻ ഇഷ്ടമാണ്. അപ്പം ഞാൻ അത് ഉപയോഗിക്കുകയാണ്. കണ്ടില്ലേ, ചെറുതായിട്ടൊരു കണ്ണിന് ഒരു തീരെ നമ്മൾ കണ്ണിൻ്റെ അകത്തോ അല്ലെങ്കിൽ കണ്ണിൻ്റെ പുറത്തോ നമ്മളൊന്ന് എഴുതാതിരിക്കുമ്പം പെട്ടെന്നൊരു കരഞ്ഞ ഒരു ഫീലിംഗ് തോന്നാറുണ്ട്. അപ്പോൾ അത് മാറാൻ വേണ്ടിയിട്ടും കൂടെയാണ് ഞാനൊന്ന് കണ്ണിൻ്റെ അകത്തേക്ക് ഇത് എഴുതിയത്. ഇനി നമുക്കൊരു പൊട്ടും കൂടെ വെച്ചാൽ സിമ്പിളായിട്ട് ഈ ഒരു ലുക്ക് ഫിനിഷായി. ഈസി അല്ലേ? സാധനങ്ങൾ ഒന്നുമേ ഇല്ല അല്ലേ? ആകെ ഒരു കൺസീലർ, ഒരു ബ്ലഷ്. ആ ബ്ലഷ് കുറച്ച് ലിക്വിഡി ടൈപ്പ് ആണെങ്കിൽ നമുക്ക് ആപ്ലിക്കേഷൻ ഈസി ആയിരിക്കും. അതായത് മേക്കപ്പ് എന്ന് വെച്ചാൽ എന്തെന്ന് പോലും അറിഞ്ഞുകൂടാത്ത ഒരാൾക്കും വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യമാണിത്. ഞാനിവിടെ യൂസ് ചെയ്തിട്ടുള്ളത് 3 പ്രോഡക്ട്സ് മാത്രമാണ്. കൺസീലറും ബ്ലഷും ലിപ് ഗ്ലോസും. ഈ ലിപ് ഗ്ലോസും നിങ്ങൾക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാം. ഈ കൺമഷി എന്നതിന് പകരം ഐലൈനർ വേണമെങ്കിലും കാജൽ വേണമെങ്കിലും യൂസ് ചെയ്യാം. അപ്പോൾ ഇത്രയും മാത്രം വെച്ചിട്ടാണ് ഞാൻ ഈ ഒരു ലുക്ക് ചെയ്തേക്കുന്നത്. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഓഫീസിൽ പോകുന്നവർക്കും ചെയ്യാവുന്ന ഒരു കാര്യമാണ്. പക്ഷെ മറക്കരുത്, ഞാൻ വീണ്ടും പറയുവാണ്, ആ ഒരു സ്കിൻ ടൈപ്പ് ലുക്ക് നമുക്ക് ഫിനിഷ് വരണം എന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും നമ്മൾ സ്കിൻ പ്രിപ്പറേഷൻ ചെയ്തിരിക്കണം. അപ്പം വിശ്വസിക്കുന്നു നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്ന്. അപ്പോൾ ഇനിയും അടുത്തൊരു ടിപ്പുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും. ടിൽ ദെൻ ബൈ.